Hi all, let us continue with the molecular orbital theory. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്തുകൊണ്ടാണ് സി എഫ് ടിയിൽ നിന്നും പിന്നെ ലിഗാൻഡ് ഫീൽഡ് തിയറി ഓർ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് സി എഫ് ടിയുടെ ലിമിറ്റേഷൻസ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദാറ്റ് ഈസ് സി എഫ് ടി നമ്മൾ അയോണിക് ക്യാരക്ടർ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൽ അയോണിക് ക്യാരക്ടർ കൂടാതെ കോവലൻ ക്യാരക്ടർ കൂടി ഉണ്ട് എന്നുള്ളത് MOT വെളിപ്പെടുത്തി. ഓക്കെ, എന്താണ് MOT എന്നൊക്കെ ഉള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ദാറ്റ് ഈസ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ combines with the ligand group orbitals and forming the molecular orbitals, and the number of molecular orbital formed will be equal to the number of atomic orbitals overlaps, and the energy of bonding molecular orbital is lower than the bonding molecular orbital is lower than their non-bonding counterpart, while the energy of anti-bonding molecular orbital is higher, and the energy of non-bonding orbitals remain same. Okay, these are all about molecular orbital theory, and let us explain how the atomic orbitals of metal combines with the ligand orbitals. First നമുക്ക് molecular orbital theory in the case of octahedral complexes നോക്കാം. molecular orbitals theory octahedralന്റെ കേസിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, now we have to explain the molecular orbital theory in the case of octahedral complexes. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ മെറ്റൽ ഓർബിറ്റൽസും ലിഗാൻഡ് ഓർബിറ്റൽസും ഓവർലാപ്പ് ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ഏതൊക്കെ മെറ്റൽ ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽസ് ആയിരിക്കും ഓവർലാപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഒരു മെറ്റലിൻ്റെ ഔട്ടർ ട്രാൻസിഷൻ സീരീസിൻ്റെ കേസിൽ ഏതൊക്കെയാണ് മെറ്റലിൻ്റെ ഔട്ടർ ഓർബിറ്റൽസ് നോക്കാം. We know that NS, NP and N-1T. These are the metal orbitals which overlap with the ligand orbitals. That is metal orbitals, outermost metal in the outermost orbitals ആയിരിക്കും ഓവർലാപ്പ് ചെയ്യുന്നത്. ഒരു മെറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ NS, NP outermost ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ NSഉം NPയും അതേപോലെ N-1Dയും ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, these are the metal orbitals, and these metal orbitals overlap with several ligand orbitals. These metal orbitals overlap with several ligand orbitals. നമുക്കറിയാം ഒരു മെറ്റൽ ബൗണ്ട് ചെയ്യുന്നത് ഓർ അറ്റാച്ച് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് ലിഗാൻഡ് ഓർബിറ്റൽസും ആയിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒക്ടഹെഡ്രൽ കോംപ്ലെക്സ് എടുക്കുകയാണെങ്കിൽ അവിടെ 6 ലിഗാൻഡ്സ് ഉണ്ട് അല്ലെ, 6 ലിഗാൻഡ്സ് ഉണ്ട്. അപ്പോൾ മെറ്റൽ ഓർബിറ്റൽസിന് ഇതിലുള്ള 6 ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യണം. ഇനി ലിഗാൻഡിന്റെ ഓർബിറ്റൽസ് നോക്കുകയാണെങ്കിൽ ദേ മേ ബി എസ്, ഒന്നുകിൽ പ്യുവർ എസ് ആവാം അല്ലെങ്കിൽ S+P ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആവാം, S&P ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആവാം. ഓക്കെ, ഇതാണ് ലിഗാൻഡ് ഓർബിറ്റൽസ്. ആൻഡ് ദീസ് ലിഗാൻഡ് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ദാറ്റ് റെപ്രസെന്റ് ആസ് LGO, ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ്. എല്ലാ ലിഗാൻഡ്സിന്റെയും ഓർബിറ്റൽസ്, ഓരോ ലിഗാൻഡ്സിനും S and S+P ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ എല്ലാ 6 ലിഗാൻഡ്സിന്റെയും ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ആയി മാറും. ഈ ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ആണ് മെറ്റൽ ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ നമുക്കറിയാം മെറ്റലും ലിഗാൻഡ്സും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് മെറ്റൽ ലിഗാൻഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അതിൽ മെറ്റൽ ഓർബിറ്റൽസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ NS, NP ആൻഡ് N-1D മെറ്റൽ ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ 6 ലിഗാൻഡ്സ് ഉണ്ട്. ഓരോ ലിഗാൻഡ്സിനും
എസ് ആൻഡ് എസ് പ്ലസ് പി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ 6 ലിഗാൻഡ്സിന്റെയും ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ആയി മാറുന്നു. ഓക്കെ, ആ മെറ്റൽ ഓർബിറ്റൽസും ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മെറ്റൽ ഓർബിറ്റൽസിനെ ഒന്നുകൂടെ ഒന്ന് ഗ്രൂപ്പ് തിയറി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. വി നോ ദാറ്റ് n-1 d orbitals നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? T2g and EG. We know that d orbitals are split into T2g and T2g means triplet and EG is doublet. Okay, octahedral case ആയതുകൊണ്ട് നമ്മൾ T2g EG, that is Gerard. T2g G means Gerard. Gerard means എന്താ പറയാ, not symmetric. It is not symmetric. That the term Gerard is used. And n-1 d എന്ന് പറയുന്നത് d ഓർബിറ്റൽസിനെ നമുക്ക് T2g and EG എന്നിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ ns ഓർബിറ്റൽ എന്ന് പറയുന്നത് സിംഗ്ലെറ്റ് ആണ്. സോ ക്യാൻ റെപ്രസെന്റഡ് like A1g means it is singlet. And also we can represent the p orbitals. np orbital is represented as T1u. Here the ungerard, it is ungerard. P orbital is ungerard. That means in the case of d orbitals, for an example, here it is plus, this lobe is also plus, here it is minus, and here it is minus. That means സെന്ററിൽ നിന്ന് നമുക്ക് ഒരേ ഡയറക്ഷനിലേക്ക്, ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഈ ഒരു പ്ലസ് സൈൻ എന്ന് പറയുന്നത് അതിന്റെ ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ സെന്ററിൽ നിന്ന് ഈ ഒരു ഫേസിലേക്ക് സെയിം ഡിസ്റ്റൻസിൽ പോയാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയാലും സെയിം സൈൻ ഓർ സെയിം ഫേസിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് സിമെട്രിക് ആയിട്ട് ജെറാഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അത് T2gയുടെ കേസ് ആയാലും EGയുടെ കേസ് ആയാലും അങ്ങനെയാണ് വരുന്നത്. ലോബിന്റെ ഈക്വൽ സൈൻ ആയതുകൊണ്ട്, സെയിം സിമെട്രിക് ആയതുകൊണ്ടാണ് T2g EG എന്ന് വരുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് T1u p ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ p ഓർബിറ്റൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ px ആണെങ്കിലും py ആണെങ്കിലും pz ആണെങ്കിലും ഈ ലോബ്സ് തമ്മിൽ ഡിഫറെന്റ് ഫേസ് ആണ്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ദീസ് ലോബ്സ് ആർ ഇൻ ദി ഡിഫറെന്റ് ഫേസ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയാലും അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പോയാലും സെയിം ഫേസ് അല്ല, സിമെട്രിക് അല്ല. സോ ദ ടേം യു അൺജെറാഡ് ഇസ് യൂസ്ഡ്. അതുകൊണ്ടാണ് NP ഓർബിറ്റൽസ് എന്ന് പറയുന്നത് T1u അൺജെറാഡ് എന്നും, d ഓർബിറ്റൽസ് അതേപോലെ തന്നെ എസ് ഓർബിറ്റൽ, എസ് ആണെങ്കിലും നമുക്കറിയാം പ്ലസ് ആണ്, സ്ഫെരിക്കൽ ആണ്. എങ്ങോട്ടേക്ക് പോയാലും കംപ്ലീറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ഓർബിറ്റൽസിനെ പ്ലസ് എന്നാണ്, എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സിമെട്രിക് ആണ്. സോ NS ഓർബിറ്റലും A1g ആണ്, ജെറാഡ് ആണ്. NP ആണെങ്കിൽ അൺജെറാഡ് ആണ്. ഈ ഒരു ടേംസ് ഒക്കെ നമുക്ക് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി മെറ്റൽ ഓർബിറ്റൽസ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മെറ്റൽ ഓർബിറ്റൽസ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് ദ സിമെട്രി ഓഫ് ദി മെറ്റൽ ഓർബിറ്റൽസ് ഷുഡ് മാച്ച് വിത്ത് ദി സിമെട്രി ഓഫ് ദി ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ്. ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസിന്റെ സിമെട്രിയും ഓവർലാപ്പ് ചെയ്യുന്ന മെറ്റൽ ഓർബിറ്റൽസിന്റെ സിമെട്രിയും മാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ഓവർലാപ്പിംഗ് നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ പറയുന്നത് ഒക്ടഹെഡ്രലിന്റെ കേസിലാണ്. അതേപോലെ തന്നെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന കേസ് മാത്രമാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പൈ ബോണ്ടിന്റെ കേസ് അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സിഗ്മ ബോണ്ട് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് അതുകൊണ്ട് എസ് ഓർബിറ്റലിന്റെ കേസ് നോക്കാം. നമുക്കറിയാം ഒരു മെറ്റൽ എടുക്കുകയാണെങ്കിൽ സെന്റർ മെറ്റൽ Mn+, അതേപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ആക്സിസ് ഞാൻ ആദ്യം റെപ്രസെന്റ് ചെയ്യാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് Z ആക്സിസ്. അതേപോലെ തന്നെ ഒരു എസ് ഓർബിറ്റൽ എടുക്കാം. മെറ്റലിന്റെ എസ് ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A1g എന്നാണ്. ഓക്കെ, അപ്പൊ മെറ്റലിന്റെ എസ് ഓർബിറ്റൽസ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസുമായിട്ട് എങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം.
എസ് ഓർബിറ്റൽസിന്റെ സിമെട്രി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ A1G. സിഗ്മ A1G ഓരോ ടേംസും എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സിഗ്മ A1G is equal to 1/√6 into sigma x plus sigma x minus plus sigma y plus sigma y minus plus sigma z plus sigma z minus. നമുക്ക് ഓരോ ടേമും എന്തിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദിസ് സിഗ്മ A1G represents wave functions of LGO. That means ligand group orbitals. Ligand group orbitals ന്റെ wave functionsനെയാണ് സിഗ്മ A1G റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, wave functions of ligand group orbitals. 6 ligands ഉണ്ട്. 6 ligandsന്റെയും എസ് ഓർബിറ്റൽസ്, എസ് മാത്രമാണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. എസ് ഓർബിറ്റൽസിന്റെ കമ്പൈൻഡ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് കമ്പൈൻഡ് ടേം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്മ A1G എന്ന് കൊടുത്തിട്ടുള്ളത്. ഹിയർ ദിസ് സിഗ്മ എക്സ്, സിഗ്മ എക്സ് മൈനസ്, സിഗ്മ വൈ, ഓൾ ദിസ് സിഗ്മ റെപ്രസെന്റ്സ് ദി വേവ് ഫംഗ്ഷൻസ് ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഓർബിറ്റൽസ്. ഓരോ ഓർബിറ്റൽസിന്റെയും വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്മ ടേം യൂസ് ചെയ്യുന്നത്. ഇനി ഈ സിഗ്മ എക്സ് അതേപോലെ തന്നെ സിഗ്മ വൈ ഒക്കെ എങ്ങനെയാണ് വന്നത് നോക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റലിന്റെ എസ് ഓർബിറ്റൽസ് വരയ്ക്കാം. ദിസ് ഇസ് ദി എസ് ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ. നമുക്കറിയാം എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് സിലിണ്ടറിക്കലി സിമെട്രിക്കൽ ആണ്. സോ പോസിറ്റീവ് സൈൻ ആയിരിക്കും എല്ലായിടത്തും. ഓക്കെ, ആൻഡ് ദിസ് റെപ്രസെന്റ്സ് ദി എക്സ് ആക്സിസ്. മെറ്റലിന്റെ എക്സ് ആക്സിസിലേക്ക് നമുക്കറിയാം ഒക്ടഹെഡ്രൽ കോംപ്ലെക്സ് എന്ന് പറയുന്നത് അതിൽ ലിഗാൻഡ്സ് വരുന്നത് എല്ലാ കോർഡിനേഷൻ മീൻസ് ആക്സിസിലേക്കാണ് ലിഗാൻഡ്സ് വരുന്നത്. എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസിലേക്കാണ് ലിഗാൻഡ്സ് ഒക്കെ വരുന്നത്. എന്ന് വെച്ചാൽ എസിന്റെ ഈ ഒരു എക്സ് ആക്സിസിലേക്ക് വരുന്ന ലിഗാൻഡ്സിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെപ്രസെന്റ് ചെയ്യുന്നത് ലിഗാൻഡ്സിന്റെ ഓർബിറ്റൽസ് ആണ്. ലിഗാൻഡ്സിന്റെ ഓർബിറ്റൽസിൽ ഇത് പോസിറ്റീവ് സൈൻ ആൻഡ് ദിസ് വൺ ഇസ് നെഗറ്റീവ്. വൺ ലോബ് ഇസ് പോസിറ്റീവ് ആൻഡ് ദ അതർ ഇസ് നെഗറ്റീവ്. എപ്പോഴും ലിഗാൻഡ് മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോണ്ടിങ് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് സൈനുമായിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അത് എല്ലാ ടൈമിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു എക്സ് ആക്സിസിൽ തന്നെ രണ്ടാമത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും പോസിറ്റീവ് നെഗറ്റീവ്. ഇത് ലിഗാൻഡ് ഓർബിറ്റൽസ് ആണ്. ഇത് മെറ്റലിന്റെ എസ് ഓർബിറ്റലാണ്. ഓക്കെ, ഇനി ഈ ഒരു ലിഗാൻസിനെ ഈ ഓർബിറ്റലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സിഗ്മ എക്സ് പ്ലസ്. ഇവിടെ എന്തുകൊണ്ടാണ് പ്ലസ് കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ആക്സിസ് എക്സ് കോർഡിനേറ്റിന്റെ പോസിറ്റീവ് കോർഡിനേറ്റ് ആണ്. അതേപോലെ തന്നെ ഇത് സിഗ്മ എക്സ് മൈനസ്, ദാറ്റ് ഇസ് ഹിയർ ദിസ് കോർഡിനേറ്റ് ഇസ് നെഗറ്റീവ് കോർഡിനേറ്റ്. ഈ ആക്സിസിന്റെ പോസിറ്റീവ് കോർഡിനേറ്റ് ഉണ്ട്, നെഗറ്റീവ് കോർഡിനേറ്റ് ഉണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് കോർഡിനേറ്റുള്ള ഓർബിറ്റൽസിനെ നമ്മൾ സിഗ്മ എക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടും നെഗറ്റീവ് കോർഡിനേറ്റിലുള്ള ഓർബിറ്റൽസിനെ സിഗ്മ എക്സ് മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ സിഗ്മ എക്സ് അതേപോലെ തന്നെ പ്ലസ് സിഗ്മ മൈനസ് എക്സ് എന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സിഗ്മ വൈ പ്ലസ് ആൻഡ് സിഗ്മ വൈ മൈനസ്. ദാറ്റ് ഇസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വൈ കോർഡിനേറ്റ് വരക്കാം. ദിസ് ഇസ് ദി വൈ കോർഡിനേറ്റ്. ഇവിടെയും ഇതേപോലെ തന്നെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് പോസിറ്റീവ് ലോബ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് ലോബ്. ഹിയർ ഓൾസോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് സിഗ്മ വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഹിയർ ഇറ്റ് ഇസ് സിഗ്മ വൈ മൈനസ്. ഇത് പോസിറ്റീവ് വൈയുടെ പോസിറ്റീവ് കോർഡിനേറ്റ് ആയതുകൊണ്ട് സിഗ്മ വൈ ഓർ സിഗ്മ വൈ പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഇസ് നെഗറ്റീവ് കോർഡിനേറ്റ് ഓഫ് വൈ ആക്സിസ്, സോ ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് സിഗ്മ വൈ മൈനസ്. അതാണ് ഇവിടെ ഒരു ടേം വന്നിട്ടുള്ളത്, പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ മൈനസ്. ആൻഡ് ഓൾസോ വി ക്യാൻ റെപ്രസെന്റ് സെഡ് ആക്സിസ്. ഹിയർ ദിസ് ഇസ് Z axis and ligands approaches here on both side, and this is positive and this is negative. Here also it is positive and here it is negative.
ഓക്കെ, അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം 6 ലിഗാൻഡ് ഓർബിറ്റൽസിനെ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ആയിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ലിഗാൻഡ്സും ഓൾ ദ 6 ലിഗാൻഡ്സ് കമ്പൈൻസ് ടു ഫോം ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ്. ഇവിടെ നമ്മൾ എസ് ഓർബിറ്റൽസിന്റെ കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. എല്ലാ ലിഗാൻഡിന്റെ 6 ലിഗാൻഡ്സിന്റെ എസ് ഓർബിറ്റൽസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് മൈനസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എന്തിനാണ് ഇവിടെ 1/√6 or 1/√6 എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് വന്നത് നോക്കാം. This 1/x is called normalization. This is very important to understand normalization. Okay, we can explain the concept of normalization. Normalization of wave function, and let us tell you what is the meaning of normalization. And for that psi, we know that this is the wave function of molecular orbitals. Wave function psi represent ചെയ്യുന്നത് നമുക്കറിയാം. psi is equal to c1, that is first atomic orbitals in the coefficient c1 phi1 plus c2 phi2. Phi2 is the atomic orbitals, that is coefficient of first atomic orbitals. It is combines these atomic orbitals forming the wave function of molecular orbitals. And what is the term normalization means? Here, if we add the square of the coefficient, that is c1 square plus c2 square, if it is equal to 1, then it is called the wave function is normalized. That means ഒരു അറ്റോമിക് ഓർബിറ്റൽസിന്റെ കോയിഫിഷ്യൻസിന്റെ സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 1 കിട്ടുകയാണെങ്കിൽ അത് നോർമലൈസ്ഡ് ആണെന്ന് പറയാം. ഇനി അത് 1 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നോർമലൈസ് ചെയ്യണം. വി ഹാവ് ടു നോർമലൈസ് ദാറ്റ്. അപ്പോൾ ആ ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ലെങ്കിൽ നമ്മൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇസ് square root of 1 by c1 square plus c2 square. This is the normalization constant. We have to multiply this with the normalization constant. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് എടുത്ത് നോക്കാം. That is in the case of this സിഗ്മ a1c, that is s ഓർബിറ്റൽസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് മൈനസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ അതിൻ്റെ നോർമലൈസേഷൻ നോക്കുകയാണെങ്കിൽ c1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ പ്ലസ് c3 സ്ക്വയർ പ്ലസ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഓരോന്നിൻ്റെയും കോയിഫിഷ്യൻ്റ് 1 ആണ്. therefore 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 square plus 1 square plus 1 square plus 1 square. 6 ligands and 6 coefficient. That is this value is equal to 1. That means which is not equal to 1. Value 6 ആണ് കിട്ടുന്നത്, which is not equal to 1. That means normalization എന്ന് പറയുന്നത് 1 അല്ല. So we have to multiply this with the normalization constant. Here normalization constant എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1 by square root of c1 square plus c2 square plus etc. അതാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ദ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇസ് 1/√6. ഇതാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ അത് നോർമലൈസ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേം, ദാറ്റ് മീൻസ് സിഗ്മ a1g കമ്പൈൻഡ് ലിഗാൻഡ് എസ് ഓർബിറ്റൽസ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/√66. ദാറ്റ് മീൻസ് normalization constant and which is multiplied with the ligand group orbitals. All the 6 ligand orbitals are combined to form ligand group orbitals. ഇതാണ് ഒരു s ഓർബിറ്റൽസിന്റെ കേസിൽ ligand group orbitals. Okay, next ligand group orbital formation of p orbital. Ligand group orbital formation of p orbitals.
ഓക്കെ, നമുക്കിത് എസ് പോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എസ് തന്നെ നമുക്ക് എങ്ങനെയാണ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് കിട്ടുന്നത് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഡയറക്റ്റ് ഞാൻ സിഗ്മ A1G ഇസ് ഈക്വൽ ടു 1/√6 ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് മൈനസ് എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ കിട്ടി എന്താണ് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ആ എസ് ഓർബിറ്റൽസിൻ്റെ കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആയിരിക്കും പി ഓർബിറ്റൽസിൻ്റെ കേസ്. സോ നമുക്കതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്താണ് കിട്ടുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് പി ഓർബിറ്റൽസിന്റെ കേസിൽ നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സിഗ്മ പി എക്സ്. നമ്മൾ എസിന്റെ കേസിൽ എക്സ് വൈ സെഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, എസ് ഓർബിറ്റൽസ് മാത്രം A1G അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ പി ഓർബിറ്റൽസിന്റെ കേസിൽ പി എക്സ് പി വൈ പി സെഡ് ഉണ്ട്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ്ലി നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചപ്പോൾ സിഗ്മ പി സെഡ് ഇസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് സിഗ്മ എക്സ് മൈനസ്. ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് സിഗ്മ എക്സ് പ്ലസ് minus sigma x minus. Okay, and here sigma py is equal to 1/√2 into sigma y plus minus sigma y minus, and similarly sigma pz is equal to 1/√2 into sigma z plus minus sigma z minus. Here also 1/√2 is normalization constant. Next we have to look for the ligand group orbital formation of d orbitals. Ligand group orbital formation of d orbitals. d ഓർബിറ്റൽസിൻ്റെ കേസിൽ നമുക്കറിയാം T2G അതേപോലെ തന്നെ EG ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ സിഗ്മ ബോണ്ടിങ്ങിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ, പൈ ബോണ്ടിങ് നെക്സ്റ്റ് പറയുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയുന്നത് സിഗ്മ ബോണ്ടിങ്ങിൻ്റെ കേസാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T2G EG എടുക്കുന്ന സമയത്ത് T2G എന്ന് പറയുന്നത് നമുക്കറിയാം DXY DYZ DXZ, അതാണ് നമ്മൾ T2G റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഓർബിറ്റൽസ് ലൈ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്. ഓക്കെ, DXY ആയാലും DYZ ആയാലും DXZ ആയാലും വിച്ച് ലൈസ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്. ബട്ട് EG ഓർബിറ്റൽസ് എടുക്കുകയാണെങ്കിൽ DZ² ആണെങ്കിലും DX² മൈനസ് Y² ആണെങ്കിലും, ദിസ് ഇസ് DX² മൈനസ് Y², DX² മൈനസ് Y² ആണെങ്കിലും DZ² ആണെങ്കിലും, Z² നമുക്കറിയാം lies in between the along the axis ആണ് EG orbitals. പക്ഷേ T2G orbitals which lies in between the axis. അങ്ങനെയാണെങ്കിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലിഗാൻഡ് ഓർബിറ്റൽസ്, ലിഗാൻഡ്സ് വരുന്നത് ആക്സിസിലാണ്, ഒക്ടഹെഡ്രൽ കോംപ്ലെക്സ് ആണ്. നമുക്കറിയാം ഓരോ ലിഗാൻഡ്സും XYZ ആക്സിസിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ആക്സിസിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോർമേഷന് ചാൻസ് ഉണ്ടാവുന്നത് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിന് മാത്രമാണ്. എന്ന് വെച്ചാൽ EG, ദാറ്റ് മീൻസ് DX² മൈനസ് Y²നും DZ² ഓർബിറ്റൽസിന് മാത്രമാണ് ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് സിഗ്മ ബോണ്ടിങ്ങിന് സാധ്യതയുള്ളൂ. DXY, DYZ ആൻഡ് DXZ ഓർബിറ്റൽസിന് ഒരിക്കലും ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റില്ല. അത് പൈ ബോണ്ടിങ്ങിൻ്റെ കേസിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ എസ് ഓർബിറ്റലായാലും പി ഓർബിറ്റൽസ് ആയാലും സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ഡി ഓർബിറ്റൽസിൻ്റെ കേസിൽ EG ഓർബിറ്റൽസ് മാത്രമേ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് പറയുമ്പം നമ്മളിപ്പം EGയുടെ കേസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം ലിഗാൻഡിൻ്റെ EG ഓർബിറ്റൽസ് മാത്രമേ മെറ്റലിൻ്റെ EG ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പിംഗ് ചെയ്യുകയുള്ളൂ. And similarly for ligand group orbital of d orbitals, we get in the case of DX² minus Y², that is sigma DX² minus Y², we get the 1/√4, that is normalization constant is 1/√4 into sigma x plus sigma x minus sigma y minus sigma y minus. This is the
ligand group orbital of sigma t x square minus y square. In the case of t x square minus y square, the ligand group orbital is 1 by root 4 into sigma x plus sigma x minus sigma y plus minus sigma y minus. Okay, and also similarly for sigma d z square, in the case of sigma d z square, we get sigma dz square is equal to 1 by root of 12 into 2 sigma z plus 2 sigma minus z minus sigma x minus sigma x minus sigma y minus sigma y minus. ഇതാണ് സിഗ്മ ഡേ സെഡ് സ്ക്വയർ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഈ ടേം മനസ്സിലാക്കുക. Okay, here these are the metal orbitals which form sigma bond with ligand. ലിഗാൻഡുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന മെറ്റൽ ഓർബിറ്റൽസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എസ് ഓർബിറ്റൽ പി എക്സ് പി വൈ പി സെഡ് ഡി സെഡ് സ്ക്വയർ ആൻഡ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇ ജി ഓർബിറ്റൽസ് മാത്രമേ സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യുന്നുള്ളൂ. ടി ടി ജി ഓർബിറ്റൽസ് സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യുന്നില്ല. ആൻഡ് വി ക്യാൻ റെപ്രസെന്റ് ദ എസ് ഓർബിറ്റൽസ് ആസ് A1G, and here the normalization constant is 1 by root 6, and also for Px, Py and Pz it is represented as T1U, and the normalization constant is 1 by root 2, and also dz square is represented as Eg, and the normalization constant is 1 by root 12, and dx square minus y square is also represented as Eg, and the normalization constant is 1 by root 4. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി മെറ്റൽസിൻ്റെ ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് മെറ്റൽസിൻ്റെ ഏതൊക്കെ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തതാണ്. ഓക്കെ, ദിസ് ഇസ് ദ എസ് ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ, ദാറ്റ് ഈസ് A1G ഓർബിറ്റൽ. വി നോ ദാറ്റ് ഇറ്റ് ഈസ് സിലിണ്ട്രിക്കലി സിമെട്രിക്കൽ. അതേപോലെ തന്നെ ഇത് ലിഗാൻഡിൻ്റെ എസ് ഓർബിറ്റൽസുമായിട്ട്, ലിഗാൻഡിൻ്റെ മീൻസ് ഓൾ ദ 6 ഓർബിറ്റൽസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ആയി മാറിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് സെയിം സിമെട്രിയാണ്. മെറ്റലിൻ്റെ എസ് ഓർബിറ്റൽസും ലിഗാൻഡിൻ്റെ എസ് ഓർബിറ്റലും തമ്മിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. കാരണം രണ്ടും ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ട്. എസ് എസ് ഓവർലാപ്പ് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ടിങ്ങിന് പോസിബിൾ ആണ്. ഓക്കെ, that is A1G orbital group orbitals have the same symmetry as an s orbital on the central metal. Okay, and also the T1U group that represents the symmetry of p orbitals, and here the T1U group orbitals have the same symmetry as the p orbitals on the central atom. Either T1U, that is Px, Py, Pz of metal. This is Px, Py and Pz of ligand group orbitals. ഇതിനും അതേപോലെ തന്നെ സിഗ്മ ബോണ്ട് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് Px-ന് ലിഗാൻഡിൻ്റെ Px ഗ്രൂപ്പ് ഓർബിറ്റൽസുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാം. അതേപോലെ തന്നെ Py, Pz. ഓക്കെ, അതേപോലെ ഡി ഓർബിറ്റൽസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു T2G ഉണ്ട്, EG ഉണ്ട്. പക്ഷേ T2G ഓർബിറ്റൽസ് വിച്ച് ലൈ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്, ബട്ട് ഹിയർ ദ ലിഗാൻഡ് അപ്രോച്ചസ് ദ സെൻട്രൽ മെറ്റൽ അയോൺ ത്രൂ ദി ആക്സിസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, T2G ഓർബിറ്റൽസ് ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് അതിന് ലിഗാൻഡിൻ്റെ ഗ്രൂപ്പ് ഓർബിറ്റൽസുമായിട്ട് സിഗ്മ ബോണ്ടിങ് പോസിബിൾ അല്ല. കാരണം ലിഗാൻഡ് ഓർബിറ്റൽസ് എല്ലാം തന്നെ ആക്സിസിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് മെറ്റലിൻ്റെ EG ഓർബിറ്റൽസ്, ദാറ്റ് ഈസ് dx സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് dz സ്ക്വയർ മാത്രമാണ് ലിഗാൻഡുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ലിഗാൻഡിൻ്റെ dx സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെയും dz സ്ക്വയറിൻ്റെയും ഒക്കെ ഗ്രൂപ്പ് ഓർബിറ്റൽസിൻ്റെ സിമെട്രി, അതിൻ്റെ വേവ് ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ്
ഇത്രയൊക്കെയാണ് പിന്നെ ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നത് മെറ്റലിൻ്റെ T2G ഓർബിറ്റലാണ്. DYZ, DXZ and DXY. Since the ligands don't have a combination with the T2G symmetry, the DXY, DYZ and DXY orbitals on the metal will be non-bonding when considering a sigma bond. ഇവിടെ ലിഗാൻഡുമായിട്ട് സിഗ്മ ബോണ്ടിങ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ T2G ഓർബിറ്റൽസ് ഉണ്ട്, മെറ്റലിൻ്റെ T2G ഓർബിറ്റൽസ് അവിടെ ഉണ്ട്, പക്ഷെ അത് നോൺ ബോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, this is the molecular orbital diagram in the case of octahedral complexes. ഇതിൽ നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാണ് ഓർബിറ്റൽസ് ഏതൊക്കെ തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ളത് മാത്രം ബോധർ ചെയ്താൽ മതി. അത്ര കോംപ്ലെക്സ് ഒന്നുമല്ല, ജസ്റ്റ് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. ആദ്യം ഫസ്റ്റ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ഓർബിറ്റൽസ് ആണ്. ഈ ഒരു ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ലിഗാൻഡ് ഓർബിറ്റൽസ് ആൻഡ് സെൻറ്ററിൽ മെറ്റൽ ലിഗാൻഡ് ഓവർലാപ്പ് ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൽ 3D ഉണ്ട്, 4s ഉണ്ട്, 4p ഉണ്ട്. ദാറ്റ് ഈസ് ND ഉണ്ട്, N-1D ഉണ്ട്, NS ഉണ്ട്, NP ഉണ്ട്. അതിൽ N-1D എന്ന് പറയുന്നത് 3D ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽസ്. അതിൽ Eg+T2G ഉണ്ട്, A1G ഉണ്ട്, T1U P ഓർബിറ്റൽസ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സിമെട്രി ഈക്വലായ ഓർബിറ്റൽസ് ഇവിടെ ഉള്ളത് A1G, T1U ആൻഡ് EG മാത്രമേ ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസിലായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ, കാരണം ഇവിടെ EG ആയിട്ട് മാത്രമേ ഓവർലാപ്പ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസിൽ A1G, T1U, EG റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിലുള്ള T2G നമ്മൾ നേരത്തെ പറഞ്ഞു T2G നോൺ ബോണ്ടിങ് ആണ്. സോ T2Gനെ ഇതിൻ്റെ നേരെ എന്ന് വെച്ചാൽ എനർജിയിലോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഓവർലാപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ T2G ഈസ് റെപ്രസെൻറ്റഡ് ആസ് നോൺ ബോണ്ടിങ്. ദിസ് ഇസ് നോൺ ബോണ്ടിങ്, ദാറ്റ് ഇസ് T2G ഈസ് റെപ്രസെൻറ്റഡ് ആസ് നോൺ ബോണ്ടിങ്. അതേപോലെ തന്നെ ബാക്കിയുള്ള EGയും മെറ്റലിൻ്റെ EGയും ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസിൻ്റെ EGയും തമ്മിൽ കമ്പൈൻ ചെയ്യും. അതേപോലെ A1G ആൻഡ് A1G കമ്പൈൻ ചെയ്യും, T1U ആൻഡ് T1U കമ്പൈൻ ചെയ്തിട്ട് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്, ദാറ്റ് ഈസ് A1Gയുടെയും T1Uടെയും EGയുടെയും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതേപോലെ തന്നെ EGയുടെയും A1Gയുടെയും T1Uടെയും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ഫോം ചെയ്യും. ഓക്കെ, പക്ഷേ ഈ എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത് അത് നിങ്ങൾ ബൈഹാർട്ട് ആക്കണം, കാരണം ഓരോന്നും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിനെ എനർജിയുടെ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഏറ്റവും എനർജി കുറവ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിൽ A1G, അതിനേക്കാൾ എനർജി കൂടുതൽ T1U, ദെൻ EG. ഇനി ആൻറ്റി ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ EG സ്റ്റാറിനാണ് ഇവിടെ സ്റ്റാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. നോൺ ബോണ്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പം EG സ്റ്റാർ എന്ന് കൊടുക്കുക. EG സ്റ്റാർ ആൻഡ് A1G സ്റ്റാർ ആൻഡ് T1U സ്റ്റാർ ആണ് എനർജിയുടെ ഓർഡറിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഓക്കെ, the molecular orbital diagram is consistent with the crystal field approach. Note that the T2G set orbital is non-bonding and the EG set of orbital is anti-bonding. Okay, here EG is anti-bonding and T2G is bonding, and also here the difference between this energy gap, that is difference between T2G and EG, is represented as delta O. Crystal field is splitting. Okay, and അതുപോലെ തന്നെ പിന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എല്ലാ മോളിക്കുലാർ ഓർബിറ്റൽസിനും ലിഗാൻഡിൻ്റെ ക്യാരക്ടറും മെറ്റലിൻ്റെ ക്യാരക്ടറും ഉണ്ടായിരിക്കും, കാരണം അത് രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന് കൂടുതലായിട്ടും ലിഗാൻഡ് ക്യാരക്ടറാണ് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ലിഗാൻഡ് ക്യാരക്ടറാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതേപോലെ ഈ T2G എന്ന് പറയുന്നത് നോൺ ബോണ്ടിങ്, അത് കംപ്ലീറ്റ്ലി 100% മെറ്റൽ ക്യാരക്ടറാണ്, കാരണം ഇവിടെ ഈ ലിഗാൻഡിൻ്റെ T2G ആയിട്ട് ഒരു റിലേഷനും ഇല്ല. സോ ഈ T2G ഓർബിറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെറ്റൽ ക്യാരക്ടറാണ്. അതേപോലെ ആൻറ്റി ബോണ്ടിങ് EG സ്റ്റാർ, A1G സ്റ്റാർ ആൻഡ് T1U സ്റ്റാർ എന്ന് പറയുന്നത് കൂടുതലായും മെറ്റൽ ക്യാരക്ടറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് കൂടുതലായും ലിഗാൻഡ് ക്യാരക്ടറും, നോൺ ബോണ്ടിങ് എന്ന് പറയുന്നത് പ്യൂർലി മെറ്റൽ ക്യാരക്ടറും ആൻഡ്
ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് പാർഷ്യലി അല്ലെങ്കിൽ കൂടുതലായിട്ട് മെറ്റൽ ക്യാരക്ടറാണ് ഉള്ളത്. സോ ഈ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലേക്ക് കൂടുതലായും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ലിഗാൻഡിലുള്ള ഓർബിറ്റൽസ് ആണ്. മീൻസ് ലിഗാൻഡ്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ഒരു ബോണ്ടിങ് ഓർബിറ്റൽസിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അതേപോലെ നോൺ ബോണ്ടിങ്ങിലും അതേപോലെ ആൻറ്റി ബോണ്ടിങ്ങിലും ഫില്ല് ചെയ്യുന്നത് മെറ്റലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം CO NH3 6 times 3+ ഒക്കെ എടുക്കുകയാണെങ്കിൽ NH3 കൊടുക്കുന്ന മീൻസ് NH3 6 times എന്ന് പറയുമ്പോൾ NH3 12 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. NH3 6 times എന്ന് പറയുന്നത് 12 ഇലക്ട്രോൺസ് NH3 ആണ് കൊടുക്കുന്നത്. ആ 12 ഇലക്ട്രോൺസും ഫില്ല് ചെയ്യുന്നത് ഈ ബോണ്ടിങ് ഓർബിറ്റൽസിലാണ്. ഇതിന് ലിഗാൻഡ് ക്യാരക്ടർ കൂടുതലുള്ളത് കൊണ്ട് ഇതിലേക്കാണ് കൂടുതലായിട്ട് ലിഗാൻഡ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിലിപ്പം A1Gയിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും, T1Uയിൽ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും, EGയിൽ 4 എന്ന് വെച്ചാൽ 6 + 4 10 + 2 12 കംപ്ലീറ്റ് 12 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിത് പറയുന്നത് ഒക്ടഹെഡ്രലിൻ്റെ കേസിലാണ്. അപ്പോൾ ഒക്ടഹെഡ്രലിൽ എപ്പോഴും 12 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 6 ലിഗാൻഡ്സ് ഉണ്ടാവും, 12 ഇലക്ട്രോൺസ് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ആ 12 ഇലക്ട്രോൺസും ഫില്ല് ചെയ്യുന്നത് ബോണ്ടിങ് ഓർബിറ്റൽസിലായിരിക്കും. ബാക്കിയുള്ള മെറ്റൽ ഇപ്പോൾ CO3+ ആണെങ്കിൽ CO3+ൽ എത്ര ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ടോ അതായിരിക്കും ഫില്ല് ചെയ്യുന്നത് ഈ T2G ഓർബിറ്റൽസിലും EGയിലും. അത് നമ്മൾ CFTയിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈ സ്പിൻ കോംപ്ലെക്സ് ആണെങ്കിൽ പെയർ ചെയ്യാതെയും ലോ സ്പിൻ കോംപ്ലെക്സ് ആണെങ്കിൽ പെയർ ചെയ്തിട്ടുമായിരിക്കും ഫില്ല് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. ഇവിടെ നമ്മൾ ശരിക്കും ഒരു വാലൻസ് ബോണ്ട് തിയറിയാണ് കാണുന്നത്. കാരണം വാലൻസ് ബോണ്ട് തിയറിയിലാണ് നമ്മൾ ഉള്ളിലേക്കുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള കാണിക്കുന്നത്. അതേപോലെ ഈ ഒരു പാർട്ട് പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ് അല്ലേ. T2G EG ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് T2G EG ആയി മാറി അവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഹൈ സ്പിൻ ആൻഡ് ലോ സ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതൊക്കെ CFT ആണ്. എന്ന് വെച്ചാൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത് കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയാം. ഓക്കെ, this is bonding molecular orbitals and the electrons from the ligands, that is 12 electrons from 6 ligands in octahedral complexes will fill the lower bonding orbitals, and the electrons from the 4s and 3d orbitals of the metal in the first row transition series will occupy in the middle portion of the diagram. Okay, this is all about molecular orbital theory in the case of octahedral complexes. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഏതെങ്കിലും കോംപ്ലെക്സ് തന്നിട്ട് ഏതെങ്കിലും ഒരു ഒക്ടഹെഡ്രൽ കോംപ്ലെക്സ് തന്നിട്ട് അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ 6 ലിഗാൻഡ്സ് കൊടുക്കുന്ന 12 ഇലക്ട്രോൺസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടും ബാക്കിയുള്ള മെറ്റലിലുള്ള ഓർബിറ്റൽസ് ഇവിടെയും കൊടുക്കാം. അത് നിങ്ങൾ നോർമലി CFTയിൽ ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ ലിഗാൻഡ്സ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നോക്കിയിട്ടാണ് പിന്നെ T2Gയിലും EGയിലും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് MOT പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.